പ്രശ്നങ്ങൾ മാത്രമല്ല, നമുക്കൊരു മടി. ഞാനത് ഏറ്റെടുക്കണോ, ഞാനത് ഏറ്റെടുത്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാനുള്ള ഭയങ്കരമായ മടികൾ. ഇപ്പോൾ ഒരാൾ കട ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ പോലും ചെയ്യാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ നീ വാ, ഞാൻ നിനക്കൊരു ജോലി തരാം എന്ന് പറഞ്ഞാൽ പോലും പോകാതിരിക്കുന്ന ആളുകൾ. ഒക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഭയങ്കരമായ ലേസി, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ മടി. ഈ മടി എന്ന് പറഞ്ഞാലുള്ളൊരു പ്രശ്നം തരും നമുക്ക്. ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തിട്ടത് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ചെയ്യാനുള്ള മനസ്സ് തന്നെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി. ഈ മടിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭയങ്കര പിന്നോട്ടായിരിക്കും. ഒരു ഊർജ്ജസ്വലമായിട്ട് അയാൾക്ക് ഒരു കാര്യത്തിനും ഇടപെടാൻ പറ്റില്ല. പിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മടി, ഇപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കാനൊക്കെ ഉള്ള മടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര ആശയക്കുഴപ്പം. ഞാനിത് നിൽക്കണോ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഫീൽഡ്. ഇപ്പോൾ അങ്ങനെ ഒരു പഠിച്ച ജോലിയൊന്നും കിട്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അത്ര മാഹിറായിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു മേഖല ചൂസ് ചെയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അങ്ങനെയൊന്നും മാഹിറായില്ല, എല്ലാ ജോലിയും ചെയ്യാൻ പറ്റിയ ഒരു ഇതുള്ള ആളുകൾക്ക് ഞാനിത് ഏറ്റെടുക്കണോ എന്നുള്ള ഭയങ്കരമായ ആശയക്കുഴപ്പുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ ഈ ആശയക്കുഴപ്പുണ്ടാകുന്ന ആളുകൾ, അതായത് നമുക്കിപ്പോൾ ഒരു പരിപാടി തുടങ്ങണോ, ഇപ്പോൾ തുടങ്ങാനൊക്കെ ഉള്ള സെറ്റപ്പ്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാം എന്ന് കരുതി ഇറങ്ങി നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കരമായ ആശയക്കുഴപ്പമുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്, അതായത് വേറൊരു സ്ഥലത്ത് നടത്തിയ കട, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇതേ സംഭവം ഒരാൾ നടത്തിയിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ആരെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഭയങ്കര ആശയക്കുഴപ്പങ്ങൾ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, എണീക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഇതേപോലെ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, ഫലക്ക്, അതേപോലെ നാസ്, ഇത് 7 വട്ടമോ 3 വട്ടമോ 11 വട്ടമോ 21 വട്ടമോ അവനവൻ്റെ പ്രശ്നങ്ങൾക്കും അവനവൻ്റെ സമയത്തിനും അവനവൻ്റെ മാനസിക ഇതിനും അനുസരിച്ച് അധികരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഈ ദുആ